436 മരണം. ഒരൊറ്റ മൃഗം. ചരിത്രത്തിൽ ഒരു മൃഗം ഒറ്റയ്ക്ക് ഇത്രയധികം മനുഷ്യരെ കൊന്നതായി രേഖപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിൽ ആ പെൺകടുവയുടെ പേരുള്ളത്, ദ ചാമ്പവാത്ത് ടൈഗർ. ഈ മരണങ്ങൾ സംഭവിച്ചത് 2 രാജ്യങ്ങളിലായിട്ടാണ്. ഏകദേശം 200 പേർ നേപ്പാളിൽ. അവിടെ നിന്ന് അവളെ തുരത്തി ഓടിച്ചു. അവൾ ഇന്ത്യയിലേക്ക് അതിർത്തി കടന്നു. ബാക്കിയുള്ള 236 പേർ ഇന്ത്യയിലെ കുമയൂൺ എന്ന സ്ഥലത്ത് കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമായിരുന്നു. വിറക് ശേഖരിക്കാനും കാലിത്തീറ്റ കൊണ്ടുവരാനും എല്ലാ ദിവസവും കാട്ടിലേക്ക് പോകുകയല്ലാതെ അവർക്ക് മറ്റു മാർഗമില്ലായിരുന്നു. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം അതായിരുന്നില്ല. ഈ 436 മരണങ്ങളും സംഭവിച്ചത് പട്ടാപ്പകലായിരുന്നു. രാത്രിയുടെ മറവിലല്ല, സൂര്യൻ തലയ്ക്കു മുകളിൽ നിൽക്കുമ്പോൾ. ഒരു കടുവയും ചെയ്യാത്ത ഒന്ന്. വർഷങ്ങളോളം ആഴ്ചയിൽ ഒരാളെന്ന കണക്കിൽ കൊലപാതകങ്ങൾ തുടർന്നു. ഒരു ഗ്രാമത്തിൻ്റെ ജീവിതം മുഴുവൻ അതോടെ സ്തംഭിച്ചുപോയി. കാട്ടിൽ നിന്ന് ആ കടുവയുടെ ഒരൊറ്റ ഗർജനം കേട്ടാൽ മതി, ആയുധങ്ങളുള്ള പുരുഷന്മാർ പോലും വീടിനു പുറത്തിറങ്ങാൻ ഭയന്നു. കൃഷിയിടങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു. നേപ്പാളിലെ സൈന്യം ശ്രമിച്ചു. ബ്രിട്ടീഷ് പട്ടാളക്കാർ വന്നു. തലയ്ക്ക് വിലയിട്ടു വന്ന പ്രശസ്തരായ വേട്ടക്കാരും ശ്രമിച്ചു. പക്ഷേ ആർക്കും അവളെ തടയാനായില്ല. ഏകദേശം ഒരു ദശാബ്ദത്തോളം അവളുടെ ഭരണം തുടർന്നു. അങ്ങനെയിരിക്കെ 1907 ജിം കോർബറ്റ് എന്ന ഒരാൾ വന്നു. ഒരേ ഒരു മനുഷ്യൻ. കടം വാങ്ങിയ ഒരു തോക്കുമായി വന്ന് വെറും 2 ദിവസം കൊണ്ട് അയാൾ ആ വേട്ട അവസാനിപ്പിച്ചു. അവളെ കൊന്നതിനു ശേഷം നടത്തിയ പരിശോധനയിലാണ് ആ സത്യം പുറത്തു വന്നത്. അവളുടെ വലതുവശത്തെ മുകളിലെ കോമ്പല്ല് പകുതി ഒടിഞ്ഞിരുന്നു. താഴത്തെ കോമ്പല്ല് ഇല്ലുവരെ തകർന്നിരുന്നു. കാരണം ഒരു പഴയ വെടിയുണ്ട. ഏതോ ഒരു വേട്ടക്കാരൻ വർഷങ്ങൾക്ക് മുൻപ് അവളെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ പറ്റിയ ഒരബദ്ധം. അവളുടെ പല്ലുകൾ തകർത്തു. അതിനുശേഷം അവൾക്ക് സ്വാഭാവികമായ ഇരകളെ പിടിക്കാൻ കഴിയാതെയായി. മനുഷ്യരെ വേട്ടയാടാൻ അവളെ പഠിപ്പിച്ചത് ഒരു മനുഷ്യൻ തന്നെയായിരുന്നു. ഈ 436 എന്ന സംഖ്യ ജിം കോർബറ്റിൻ്റെ പുസ്തകത്തിലെ കണക്കാണ്. ചിലർ വിശ്വസിക്കുന്നു യഥാർത്ഥ സംഖ്യ ഇതിലും കൂടുതലായിരിക്കാമെന്ന്. കാരണം പല മരണങ്ങളും അന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയിട്ടുണ്ട്. ഈ കഥ നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടെങ്കിൽ യെസ് എന്നും ഇല്ലെങ്കിൽ നോ എന്നും കമൻറ്റിൽ പറയാം. ഒരൊറ്റ മൃഗം എങ്ങനെ 436 പേരെ കൊന്നു എന്നറിയാൻ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നുണ്ട്. ആരാണ് അവളെ അങ്ങനെയാക്കി മാറ്റിയത്? 436 മരണം, ഒറ്റയ്ക്കൊരു കടുവ. ഇത് കേൾക്കുമ്പോൾ ആദ്യം വരുന്ന ചോദ്യം ഇതാണ്: എന്തിന്? ഒരു മൃഗം എന്തിനിങ്ങനെ മനുഷ്യരെ മാത്രം തിരഞ്ഞുപിടിച്ചു കൊല്ലണം? സത്യത്തിൽ ബംഗാൾ കടുവകൾ മനുഷ്യരെ വേട്ടയാടാറില്ല. ആരോഗ്യമുള്ളൊരു കടുവ എപ്പോഴും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനേ ശ്രമിക്കൂ. അതിന് താൽപ്പര്യം മാനും കാട്ടുപന്നിയുമൊക്കെയാണ്. കാരണം അവയെ പിടികൂടാൻ എളുപ്പമാണ്. കടുവയുടെ ശരീരഘടന അതിനുവേണ്ടിയുള്ളതാണ്. പക്ഷേ ഈ കടുവയുടെ കാര്യത്തിൽ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. അവൾ മനുഷ്യരെ കൊല്ലാൻ തുടങ്ങിയത് ഒരു വലിയ അപകടം സംഭവിച്ചതിന് ശേഷമാണ്. വർഷങ്ങൾക്ക് ശേഷം ആ കടുവയെ കൊന്ന ജിം കോർബറ്റ് അതിൻ്റെ ശരീരം പരിശോധിച്ചു. അപ്പോഴാണ് ആ സത്യം പുറത്തു വന്നത്. അതിൻ്റെ വലതുവശത്തെ മുകളിലെയും താഴത്തെയും കോമ്പല്ലുകൾ, അതായത് ഇരയെ കടിച്ചു കൊല്ലാൻ ഉപയോഗിക്കുന്ന പ്രധാന പല്ലുകൾ, രണ്ടും ഒടിഞ്ഞുപോയിരുന്നു. ഒരെണ്ണം പകുതിയും മറ്റേത് ഇല്ലുവരെയും തകർന്നിരുന്നു. ഇതിൻ്റെ കാരണം പഴയൊരു വെടിയുണ്ടയേറ്റ മുറിവായിരുന്നു. ഏതോ ഒരു വേട്ടക്കാരൻ വർഷങ്ങൾക്ക് മുൻപ് അവളെ ദൂരെ നിന്ന് വെടിവെച്ചു. പക്ഷെ ആ വെടി കൃത്യമായിരുന്നില്ല. മുറിവേറ്റ ആ കടുവ കാട്ടിലേക്ക് ഓടി മറഞ്ഞു. സാധാരണ ഒരു വേട്ടക്കാരൻ മുറിവേൽപ്പിച്ച മൃഗത്തെ അത് ചാകുന്നതുവരെ പിന്തുടരേണ്ടതാണ്. പക്ഷേ അയാൾ അത് ചെയ്തില്ല. ജിം കോർബറ്റ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയത് ഇതാണ്: ശ്രദ്ധയില്ലാതെ വെടിവെച്ച ശേഷം മുറിവേറ്റ മൃഗത്തെ അതിൻ്റെ വഴിക്ക് വിടുന്നതാണ് ഒരു കടുവ നരഭോജിയാകാനുള്ള പ്രധാന കാരണം. ആ അജ്ഞാതനായ വേട്ടക്കാരൻ, അയാളാണ് യഥാർത്ഥത്തിൽ ഈ 436 മരണങ്ങൾക്കും ഉത്തരവാദി. കാരണം
ആ തകർന്ന പല്ലുകൾ വെച്ച് മാനുകളെപ്പോലെ വേഗതയുള്ള മൃഗങ്ങളുടെ കഴുത്തിൽ കടിച്ചു കൊല്ലാൻ ആ കടുവയ്ക്ക് കഴിയില്ലായിരുന്നു. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഇരയെ പിടിച്ചുവെക്കാനുള്ള ശേഷി അതിന് നഷ്ടപ്പെട്ടു. അപ്പോഴാണ് കടുവയുടെ മുന്നിലേക്ക് പുതിയൊരു ഇര എത്തിയത്. മനുഷ്യർ, വേഗത കുറഞ്ഞവർ, കാട്ടിലൂടെ ഒരേ വഴിയിൽ പ്രവചിക്കാവുന്ന രീതിയിൽ സഞ്ചരിക്കുന്നവർ. ഇതിനൊരു മറുവശം കൂടിയുണ്ട്. ചിലർ വിശ്വസിക്കുന്നത് ആ കാലഘട്ടത്തിലെ ബ്രിട്ടീഷ് കൊളോണിയൽ നയങ്ങളായിരുന്നു പ്രധാന കാരണമെന്നാണ്. മരം വെട്ടിനും കൃഷിക്കുമായി ഹിമാലയൻ താഴ്വരയിലെ വനങ്ങൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു. അതോടെ കടുവകളുടെ സ്വാഭാവിക ഇരകളുടെ എണ്ണം വല്ലാതെ കുറഞ്ഞു. ഒരു വശത്ത് പല്ലിനേറ്റ പരിക്ക്, മറുവശത്ത് കുറഞ്ഞുവരുന്ന ഇരകൾ. മനുഷ്യരെ ആക്രമിക്കുകയല്ലാതെ ആ കടുവയുടെ മുൻപിൽ മറ്റു വഴികളില്ലായിരുന്നു. കോർബറ്റ് ഇതിനെ ഇങ്ങനെ സംഗ്രഹിച്ചു: 10-9 നരഭോജികളും മുറിവുകൾ കാരണം ഉണ്ടാകുന്നതാണ്. ആരോഗ്യമുള്ള ഒരു കടുവ ഒരിക്കലും മനുഷ്യനെ ആക്രമിക്കില്ല. പല്ലിലെ പരിക്കൊഴിച്ചാൽ ആ പെൺകടുവ പൂർണ്ണ ആരോഗ്യവതിയായിരുന്നു. ഏകദേശം 10-12 വയസ്സ് പ്രായം, നല്ല തൂക്കം, ഒരു രോഗവും ഉണ്ടായിരുന്നില്ല. ഒരിക്കൽ മനുഷ്യമാംസം രുചിച്ചതോടെ അതൊരു എളുപ്പമുള്ള മാർഗമാണെന്നവൾ തിരിച്ചറിഞ്ഞു. അതൊരു ശീലമായി മാറി. മുറിവേറ്റ ആ കടുവ തന്റെ വേട്ടയാടൽ തുടങ്ങിയത് പടിഞ്ഞാറൻ നേപ്പാളിലെ ഒരു ഗ്രാമത്തിൽ നിന്നായിരുന്നു. അവിടെ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ മരണസംഖ്യ 200 കടന്നു. അവളുടെ ആക്രമണങ്ങൾ തുടങ്ങിയത് നേപ്പാളിലാണ്, പടിഞ്ഞാറൻ നേപ്പാളിലെ രൂപൽ എന്ന ഗ്രാമത്തിൽ. വർഷം ഏകദേശം 1900. രൂപൽ പ്രദേശം ഇടതൂർന്ന കാടുകളാണ്. അതിനിടയിൽ ഒറ്റപ്പെട്ടു കിടക്കുന്ന കുറേ ഗ്രാമങ്ങൾ. വിറക് ശേഖരിക്കാനും കാലിത്തീറ്റ കൊണ്ടുവരാനും അവിടുത്തെ സ്ത്രീകൾക്ക് എല്ലാ ദിവസവും കാട്ടിൽ പോകണമായിരുന്നു. അവർക്ക് വേറെ വഴിയില്ലായിരുന്നു. ഈ സ്ത്രീകളായിരുന്നു അവളുടെ ആദ്യത്തെ ഇരകൾ. അവൾക്കറിയാമായിരുന്നു, മുറിവേറ്റ അവളെക്കൊണ്ട് ഒരു മാനിനെയോ കാട്ടുപോത്തിനെയോ ഓടിച്ചിട്ട് പിടിക്കാൻ കഴിയില്ലെന്ന്. പക്ഷേ പതിയെ കാട്ടിലൂടെ നടന്നുപോകുന്നൊരു മനുഷ്യനെ പിന്തുടർന്ന് പിന്നിൽ നിന്ന് ആക്രമിക്കാൻ അവൾക്ക് എളുപ്പമായിരുന്നു. അവളുടെ വേട്ടയാടലിനൊരു പ്രത്യേക രീതിയുണ്ടായിരുന്നു. അത് വളരെ ആസൂത്രിതമായിരുന്നു. ഇന്നൊരു ഗ്രാമത്തിലൊരു സ്ത്രീയെ കൊന്നാൽ നാളെ രാവിലെ ആളുകൾ അവിടെ കാത്തു നിൽക്കുമ്പോൾ കടുവ അവിടെയല്ല. രാത്രി കൊണ്ട് അവൾ 32 കിലോമീറ്ററോളം സഞ്ചരിച്ച് മറ്റേതെങ്കിലും ഗ്രാമത്തിൻ്റെ അതിർത്തിയിലെത്തിയിരിക്കും, അടുത്ത ഇരയെയും കാത്ത്. ഈയൊരു രീതി കാരണം അവളെ പിന്തുടരുക അസാധ്യമായി. വാർത്തകൾ പുറം ലോകത്തെത്താൻ ആഴ്ചകളെടുത്തു. നേപ്പാൾ അധികാരികൾ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി വരുമ്പോഴേക്കും മരണസംഖ്യ 200 കടന്നിരുന്നു. നേപ്പാളിലെ യഥാർത്ഥ മരണസംഖ്യ എത്രയാണെന്ന് ഇന്നും കൃത്യമായി ആർക്കും അറിയില്ല. 200 എന്നത് ഒരു ഏകദേശ കണക്ക് മാത്രം. ഒടുവിൽ നേപ്പാൾ സൈന്യം തന്നെ അവളെ കൊല്ലാനായി ഇറങ്ങി. ആധുനിക തോക്കുകളുമായി പ്രൊഫഷണൽ സൈനികർ കാടുകയറി. പക്ഷേ ആ കടുവയുടെ മുന്നിൽ അവരുടെ ഒരു പരിശീലനത്തിനും വിലയുണ്ടായില്ല. അവൾ അവരുടെ കണ്ണുവെട്ടിച്ച് കാടിൻ്റെ ഇരുട്ടിൽ അപ്രത്യക്ഷയായി. സൈന്യം പരാജയപ്പെട്ടു. അടുത്ത ശ്രമം ഇതിലും വലുതായിരുന്നു. 1000-ഓളം ആളുകളെ ഉപയോഗിച്ച് ഒരു ബീറ്റ്. ആളുകൾ ചെണ്ട കൊട്ടിയും പാട്ടപാടിയും കയ്യിലുള്ള വാളുകൾ കൂട്ടിയിടിച്ചും ശബ്ദമുണ്ടാക്കി കാടിളക്കി. ആനപ്പുറത്ത് വേട്ടക്കാർ തോക്കുമായിരുന്നു. കടുവയെ പേടിപ്പിച്ച് പുറത്തേക്ക് കൊണ്ടുവന്ന് വെടിവെച്ച് കൊല്ലുക, ഇതായിരുന്നു പദ്ധതി. പക്ഷേ ഓരോ തവണയും അവൾ ആ വലയം ഭേദിച്ച് രക്ഷപ്പെട്ടു. കെണിയിൽ ഒരിക്കലും വീണില്ല. അവളെ ആകർഷിക്കാൻ വേണ്ടി ആടുകളെ കെട്ടിയിട്ടു, മറ്റു മൃഗങ്ങളെ ഇരയായി നൽകി. അവൾ ആ കെണിയിൽ വീണില്ല. ഒരു നോട്ടം പോലും നോക്കാതെ അതിനെ മറികടന്നുപോയി. അവൾക്ക് വേണ്ടത് മനുഷ്യരെ മാത്രമായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ഒന്നും ഫലം കാണുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ നേപ്പാൾ അധികാരികൾ ഒരു അസാധാരണ തീരുമാനമെടുത്തു. അവളെ കൊല്ലുന്നതിനു പകരം ഇന്ത്യയുടെ അതിർത്തിയിലേക്ക് തുരത്തുക. ചിലർ വിശ്വസിക്കുന്നത് നേപ്പാൾ അധികാരികൾ മനഃപൂർവ്വം അവളെ ഇന്ത്യയിലേക്ക് തുരത്തിയതാണെന്നാണ്. മറ്റു ചിലർ പറയുന്നു അത് അബദ്ധത്തിൽ സംഭവിച്ചതാണെന്ന്. സത്യം എന്തായാലും അതാണ് നടന്നത്. അവർ അവളെ നേപ്പാളിനെയും ഇന്ത്യയെയും വേർതിരിക്കുന്ന ശാരദാ നദിക്ക് കുറുകെ ഓടിച്ചു. അവൾ ആ നദി നീന്തിക്കടന്നു ഇന്ത്യയുടെ മണ്ണിലേക്ക് കാലെടുത്തു വച്ചു. പിന്നീടൊരിക്കലും അവൾ നേപ്പാളിലേക്ക് മടങ്ങിയില്ല. നേപ്പാളിലെ ഭീകരത അവസാനിച്ചു. പക്ഷേ ആ ഭീകരത മരിച്ചില്ല.
അത് വെറുമൊരു നദി കടന്നു ഇന്ത്യയിലേക്ക്. നേപ്പാളിൽ നിന്ന് ആ പെൺകടുവ ശാരദാ നദി കടന്നു ഇന്ത്യയിലേക്ക്. അവൾ എത്തിയത് കുമയൂൺ മലനിരകളിലേക്കാണ്. ഇന്നത്തെ ഉത്തരാഖണ്ഡിലെ ചമ്പാവത്ത് എന്ന പട്ടണവും അതിനു ചുറ്റുമുള്ള ഗ്രാമങ്ങളും അതായിരുന്നു അവളുടെ പുതിയ വേട്ടസ്ഥലം. അധികം വൈകാതെ ആ നാടുകൾ അവളുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ലോകം അവളെ വിളിച്ചു ചമ്പാവത്തിലെ നരഭോജി. പക്ഷേ നേപ്പാളിലെ പോലെയല്ലായിരുന്നു ഇവിടെ. ഇന്ത്യയിൽ അവളുടെ സ്വഭാവം മാറി. അവൾ കൂടുതൽ ധൈര്യശാലിയായി. ഗ്രാമങ്ങളുടെ തൊട്ടരികിൽ നിന്ന് ചിലപ്പോൾ പകൽ വെളിച്ചത്തിൽ പോലും ആളുകളെ പിടിക്കാൻ തുടങ്ങി. നേപ്പാളിൽ ഒരു ചെറിയ പ്രദേശത്താണ് അവൾ ഭീതി വിതച്ചതെങ്കിൽ ഇന്ത്യയിൽ വളരെ വിശാലമായ ഒരു ഭൂപ്രദേശത്തായിരുന്നു അവളുടെ സഞ്ചാരം. ഒരു ഗ്രാമത്തിൽ ആക്രമിച്ച് അടുത്ത ദിവസം കിലോമീറ്ററുകൾ ദൂരെയുള്ള മറ്റൊരിടത്ത് അവൾ പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടുതന്നെ വേട്ടക്കാർക്ക് അവളുടെ നീക്കങ്ങൾ പ്രവചിക്കാൻ കഴിഞ്ഞില്ല. ഇന്ത്യയിലെ അവളുടെ ഇരകളുടെ എണ്ണം 234 ആയിരുന്നു. ചില കണക്കുകളിൽ ഇത് 236 വരെ പറയുന്നുണ്ട്. നേപ്പാളിലെയും ഇന്ത്യയിലെയും മരണങ്ങൾ ചേർത്തപ്പോൾ ആകെ സംഖ്യ 436 ആയി. ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ച കണക്ക്. ചരിത്രത്തിൽ ഒരൊറ്റ മൃഗം ഇത്രയധികം മനുഷ്യരെ കൊന്നൊടുക്കിയതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത മരണങ്ങൾ ഇതിലും എത്രയോ അധികമായിരിക്കാം. ആർക്കും അറിയില്ല. ഏകദേശം 3 മുതൽ 5 വർഷത്തോളം അവൾ കുമയൂണിലെ ഗ്രാമങ്ങളെ ഭീതിയുടെ മുൾമുനയിൽ നിർത്തി. ബ്രിട്ടീഷ് സർക്കാർ വെറുതെ ഇരുന്നില്ല. അവർ ആ കടുവയുടെ തലയ്ക്ക് വലിയൊരു തുക പാരിതോഷികം പ്രഖ്യാപിച്ചു. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നാണ്. പണത്തിനു വേണ്ടി 100 കണക്കിന് വേട്ടക്കാർ കാടുകയറി. അവർ കണ്ണിൽ കണ്ട കടുവകളെയെല്ലാം വെടിവെച്ചു കൊന്നു. പക്ഷേ ആ നരഭോജിയെ മാത്രം അവർക്ക് തൊടാൻ പോലും കഴിഞ്ഞില്ല. പോലീസും തലയ്ക്ക് വിലയിട്ട വേട്ടക്കാരും ബ്രിട്ടീഷ് സൈനിക യൂണിറ്റുകളും എല്ലാവരും വീണ്ടും പരാജയപ്പെട്ടു. ചമ്പാവത്തിലെ ഗ്രാമങ്ങളിലെ ജീവിതം പൂർണ്ണമായി സ്തംഭിച്ചു. സന്ധ്യ മയങ്ങിയാൽ ഒരു വീടിന്റെ വാതിൽ പോലും തുറക്കില്ല. രാത്രിയിൽ എവിടെയെങ്കിലും അവളുടെ ഗർജനം കേട്ടാൽ പുരുഷന്മാർ പോലും വാതിലടച്ച് ശ്വാസമടക്കി പേടിച്ചിരിക്കും. കൃഷിയിടങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. വിറകു ശേഖരിക്കാനോ നദിയിൽ നിന്ന് വെള്ളം കോരാനോ ആരും പുറത്തിറങ്ങാതായി. ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ ധൈര്യവും ഒരൊറ്റ മൃഗം കവർന്നെടുത്തു. 1907 ചമ്പാവത്ത് പട്ടണത്തിന് സമീപമുള്ള ഗ്രാമങ്ങളിലെ ആളുകൾ 5 ദിവസം തുടർച്ചയായി വീടുകളിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. അത്രയ്ക്ക് ഭയത്തിലായിരുന്നു ജനങ്ങൾ. ഈ സാഹചര്യത്തിലാണ് നൈനിറ്റാളിലെ ഡെപ്യൂട്ടി കമ്മീഷണറായിരുന്ന ബർത്തൌഡ് എന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഒരാളെ നേരിൽ കണ്ട് സഹായം അഭ്യർത്ഥിച്ചത്. ജിം കോർബറ്റ്. കോർബറ്റ് ആ ദൗത്യം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ അദ്ദേഹം 2 നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. ഒന്ന്, സർക്കാർ കടുവയുടെ തലയ്ക്ക് പ്രഖ്യാപിച്ച പാരിതോഷികം പൂർണ്ണമായി റദ്ദാക്കണം. 2, സർക്കാർ തലത്തിലുള്ള മറ്റു പ്രത്യേക വേട്ടയാടൽ സംഘങ്ങളെ പിൻവലിക്കണം. ഇതാണ് കാര്യം. പണം കണ്ടുവരുന്ന അനുഭവപരിചയമില്ലാത്ത വേട്ടക്കാർ കാട്ടിലിറങ്ങി ബഹളം വയ്ക്കുന്നത് കടുവയെ കൂടുതൽ അപകടകാരിയാക്കുകയേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ സ്വയം ആ കടുവയ്ക്ക് ഇരയായി മാറും. കോർബറ്റിനു വേണ്ടത് ശാന്തമായ ഒരു കാടായിരുന്നു. അവിടെ അവനും ആ കടുവയും മാത്രം. സർക്കാർ ആ നിബന്ധനകൾ അംഗീകരിച്ചു. ചമ്പാവത്തിലെ തഹസിൽദാർക്ക്, അതായത് അവിടുത്തെ പ്രാദേശിക ഭരണാധികാരിക്ക്, കോർബറ്റിനു വേണ്ട എല്ലാ സഹായവും നൽകാൻ നിർദ്ദേശം പോയി. ആ ഉദ്യോഗസ്ഥൻ കോർബറ്റിന്റെ ഈ വേട്ടയിൽ പിന്നീട് വളരെ നിർണായകമായ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ സാമ്രാജ്യത്തിന്റെ സൈന്യവും നിയമവും പരാജയപ്പെട്ടിടത്ത് ഒരൊറ്റ മനുഷ്യൻ ആ ദൗത്യം ഏറ്റെടുത്തു. ജിം കോർബറ്റ് ചമ്പാവത്തിലേക്ക് യാത്ര തിരിച്ചു. മരണത്തിന്റെ മണമുള്ള നിശബ്ദമായ ആ ഗ്രാമങ്ങളിലേക്ക്. സൈന്യങ്ങൾ തോറ്റു. പേരുകേട്ട വേട്ടക്കാർ പിൻവാങ്ങി. ഇനി ആര് എന്ന ചോദ്യത്തിനു മുന്നിൽ അധികാരികൾ നിന്നു. അപ്പോഴാണ് ആ പേര് ഉയർന്നു വന്നത്, ജിം കോർബറ്റ്. പക്ഷേ ആരായിരുന്നു ഈ ജിം കോർബറ്റ്? ലണ്ടനിൽ നിന്ന് അയച്ച ഒരു ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥനോ? അല്ല. ഇതാണ് കാര്യം. എഡ്വേർഡ് ജെയിംസ് കോർബറ്റ് ആ കാടുകളുടെ തന്നെ ഒരു ഭാഗമായിരുന്നു. 1875 നൈനിറ്റാളിലാണ് അദ്ദേഹം ജനിച്ചത്. ആ കടുവ ജീവിച്ച അതേ മലനിരകളിൽ, അതേ മഞ്ഞും മഴയും കൊണ്ട് വളർന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു വലിയ ഉദ്യോഗസ്ഥനായിരുന്നില്ല, ഒരു സാധാരണ തപാൽ വകുപ്പ് ജീവനക്കാരൻ. 16 മക്കളിൽ ഒരാളായിരുന്നു കോർബറ്റ്.
അതുകൊണ്ട് തന്നെ വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പാഠപുസ്തകങ്ങൾ സ്കൂളിലെ ക്ലാസ് മുറികളിലായിരുന്നില്ല, കാലാധുങ്കിയിലെ കാടുകളിലായിരുന്നു. അവിടുത്തെ തദ്ദേശീയരായ വേട്ടക്കാർക്കൊപ്പമാണ് കോർബറ്റ് നടക്കാൻ പഠിച്ചത്, കാടിൻ്റെ ഭാഷ വായിക്കാൻ പഠിച്ചത്. അതായിരുന്നു സാധാരണ ഒരു വേട്ടക്കാരനിൽ നിന്ന് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. ഒരു പുള്ളിപ്പുലിയുടെ മുരൾച്ചയും ഒരു കടുവയുടെ ഗർജനവും ഒരുപോലെ അനുകരിക്കാൻ കോർബറ്റിന് കഴിഞ്ഞിരുന്നു. ഇത് വെറുമൊരു മിമിക്രി ആയിരുന്നില്ല. ആ ശബ്ദങ്ങൾ കേട്ട് മൃഗങ്ങൾ പ്രതികരിക്കുമായിരുന്നു. അത്രയ്ക്ക് കൃത്യമായിരുന്നു അത്. അദ്ദേഹം വേട്ടയ്ക്ക് പോകുമ്പോൾ കൂടെ ഒരു സൈന്യത്തെ കൂട്ടിയിരുന്നില്ല. മിക്കവാറും ഒറ്റയ്ക്കാണ് പോയിരുന്നത്. ചിലപ്പോൾ കൂടെ ഒരു ചെറിയ നായ മാത്രം. കാട്ടിലെ ഓരോ ഒച്ചയും ഓരോ ചലനവും ഒടിഞ്ഞ ഓരോ ചുള്ളിക്കമ്പും അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. ഒരു കുറ്റാന്വേഷകന്റെ സൂക്ഷ്മതയും ഒരു മാന്ത്രികന്റെ ഉൾക്കാഴ്ചയും ചേർന്ന ഒരാളായിരുന്നു കോർബറ്റെന്ന് ഒരു സൈനികൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ചമ്പാവത്തിലെ ഈ കടുവയായിരുന്നു കോർബറ്റ് വേട്ടയാടുന്ന ആദ്യത്തെ നരഭോജി. അന്ന് അദ്ദേഹത്തിന് 31 വയസ്സായിരുന്നു പ്രായം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിത ദൗത്യം അതോടെ തുടങ്ങുകയായിരുന്നു. മറ്റാർക്കും പിടികൊടുക്കാതെ മനുഷ്യജീവനുകൾ എടുക്കുന്ന മൃഗങ്ങളെ തേടിയിറങ്ങുക. 1906 മുതൽ 1941 വരെയുള്ള കാലഘട്ടത്തിൽ ഏകദേശം 50ഓളം നരഭോജികളായ കടുവകളെയും പുള്ളിപ്പുലികളെയും അദ്ദേഹം വേട്ടയാടി. ആ മൃഗങ്ങൾ മാത്രം കൊന്നൊടുക്കിയത് 2000ഓളം മനുഷ്യരെയായിരുന്നു. സർക്കാർ അദ്ദേഹത്തെ സമീപിക്കുന്നത് എപ്പോഴും അവസാനമായിരുന്നു. എല്ലാവരും പരാജയപ്പെടുമ്പോൾ മാത്രം വിളിക്കുന്ന അവസാനത്തെ ആശ്രയം. പക്ഷേ കോർബറ്റ് ഒരു കൊലയാളിയായിരുന്നില്ല. അദ്ദേഹം എപ്പോഴും വിശ്വസിച്ചിരുന്ന ഒരു കാര്യമുണ്ട്: നരഭോജികൾ ജനിക്കുകയല്ല, അവയെ സൃഷ്ടിക്കുകയാണ്. മനുഷ്യന്റെ ഇടപെടൽ കൊണ്ടോ അപകടം പറ്റിയതുകൊണ്ടോ ആണ് ഒരു മൃഗം നരഭോജിയായി മാറുന്നതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. അതുകൊണ്ട് താൻ കൊന്ന ഓരോ മൃഗത്തോടും അദ്ദേഹത്തിന് വെറുപ്പായിരുന്നില്ല, സഹതാപമായിരുന്നു. അക്കാലത്തെ മറ്റു ബ്രിട്ടീഷ് വേട്ടക്കാർ വിനോദത്തിനു വേണ്ടി ട്രോഫികൾ ശേഖരിച്ചപ്പോൾ കോർബറ്റ് തോക്കെടുത്തത് മനുഷ്യന്റെ ജീവനു ഭീഷണിയായപ്പോൾ മാത്രമായിരുന്നു. 1-ാം ലോകമഹായുദ്ധത്തിൽ അദ്ദേഹം സൈന്യത്തിൽ കേണൽ റാങ്കിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പക്ഷേ ചിലർ വിശ്വസിക്കുന്നത് അദ്ദേഹം കടുവകളെ വേട്ടയാടാൻ പോയത് ഒരു സൈനികനായിട്ടല്ല, മറിച്ച് ആ കാടിനെ അറിയുന്ന ഒരു സാധാരണക്കാരനായിട്ടാണ് എന്നാണ്. ഇത്രയും ഭീകരനായ ഒരു മൃഗത്തെ ഒറ്റയ്ക്ക് നേരിടുമ്പോൾ അദ്ദേഹത്തിന് ഭയം തോന്നിയിരുന്നോ? നമുക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ ഒരിടത്തും ഭയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. എല്ലാം വളരെ ശാന്തമായി ഓരോ നീക്കവും കൃത്യമായി രേഖപ്പെടുത്തുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അധികാരികളുടെ അഭ്യർത്ഥന മാനിച്ച് ജിം കോർബറ്റ് കുമയൂണിലേക്ക് യാത്ര തിരിച്ചു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തൻ്റെ വിശ്വസ്തനായ .275 റിഗ്ബി റൈഫിലുണ്ടായിരുന്നു. വലിയൊരു സൈന്യത്തിൻ്റെ അകമ്പടിയില്ലാതെ, ആരവങ്ങളില്ലാതെ ആ മനുഷ്യൻ ആ ഗ്രാമത്തിലേക്ക് നടന്നു കയറി, ചമ്പാവത്ത് കടുവയുടെ സാമ്രാജ്യത്തിലേക്ക്. അദ്ദേഹം വന്നത് അവളെ കൊല്ലാൻ മാത്രമായിരുന്നില്ല, ആ ഭീകരത അവസാനിപ്പിക്കാനായിരുന്നു. പക്ഷെ കോർബറ്റ് അവിടെ എത്തി ദിവസങ്ങൾക്കകം തന്നെ ആ കടുവ വീണ്ടും ആക്രമിച്ചു. തൻ്റെ 436ാമത്തെ ഇരയെ, ഒരു 16കാരിയായ പെൺകുട്ടിയെ, അവൾ കൊന്നു. അതായിരുന്നു അവളുടെ അവസാനത്തെ കൊലപാതകം. ആ പെൺകുട്ടിയുടെ രക്തം പുരണ്ട മണ്ണിലൂടെ നടന്നാണ് കോർബറ്റ് ആ കടുവയുടെ അടുത്തേക്കെത്തിയത്. 1907 ജിം കോർബറ്റ് ചമ്പാവത്തിൽ കാലുകുത്തി. അവിടെ അദ്ദേഹം കണ്ടത് ഒരു പ്രേത നഗരമായിരുന്നു. അടഞ്ഞ വാതിലുകൾ, വിജനമായ തെരുവുകൾ. ഭയം വായുവിൽ തങ്ങി നിന്നിരുന്നു. കഴിഞ്ഞ 5 ദിവസമായി ഒരാൾ പോലും വീടിൻ്റെ പുറത്തിറങ്ങിയിട്ടില്ല. കടകളില്ല, കച്ചവടമില്ല, കുട്ടികൾ കളിക്കുന്നില്ല. ജീവനുള്ള ഒന്നിനെയും പുറത്ത് കാണാനില്ല. അപ്പോഴാണ് ഡെപ്യൂട്ടി കമ്മീഷണർ ആ വാർത്തയുമായി ഓടിയെത്തിയത്. അവൾ വീണ്ടും ഒരാളെ കൊന്നു. അതായിരുന്നു കോർബറ്റിൻ്റെ വേട്ടയുടെ തുടക്കം. ഇരയുടെ പേര് പ്രേംകാദേവി. ഭുൻഗർ ഗ്രാമത്തിലെ 16 വയസ്സുള്ള ഒരു പെൺകുട്ടി. ചമ്പാവത്തിലെ കടുവയുടെ 436ാമത്തെ ഇര, അവസാനത്തെ ഇര. പ്രേംകാദേവിയുടെ മരണം ഒരു തെളിവ് ബാക്കി വെച്ചു. കാട്ടിലേക്ക് നീണ്ടുപോകുന്ന രക്തം പുരണ്ട ഒരു പാത. വിറക് ശേഖരിക്കാൻ പോയ അവളെ കടുവ പിടികൂടി കാട്ടിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയതിൻ്റെ അടയാളം.
കോർബറ്റിന് കൂടുതൽ ചിന്തിക്കാനൊന്നുമുണ്ടായിരുന്നില്ല. അദ്ദേഹം തൻ്റെ റൈഫിൾ എടുത്തു. ആ രക്തച്ചാലുകൾ പിന്തുടർന്ന് കാട്ടിലേക്ക് ഒറ്റയ്ക്ക് നടന്നു. ചോരപ്പാടുകൾ അദ്ദേഹത്തെ ഒരു ചെറിയ അരുവിയുടെ അടുത്തേക്ക് നയിച്ചു. അവിടെ കുറ്റിക്കാടുകൾക്കിടയിൽ പ്രേംകാദേവിയുടെ ശരീരം കിടക്കുന്നുണ്ടായിരുന്നു. കോർബറ്റ് പതിയെ അടുത്തേക്ക് നീങ്ങി. ആ മൃതദേഹം പരിശോധിക്കാൻ തുടങ്ങിയ നിമിഷം തൊട്ടടുത്തുള്ള കുറ്റിക്കാടുകൾ ഇളകി. ഒരു നിഴൽ പോലെ ശബ്ദമില്ലാതെ ആ കടുവ അദ്ദേഹത്തിനു നേരെ ചാടി. 2 ഇഞ്ച് വെട്ടിന് കോർബറ്റ് രക്ഷപ്പെട്ടു. പിന്നോട്ടു മാറിയ അദ്ദേഹം കടുവയ്ക്ക് നേരെ 2 തവണ വെടിയുതിർത്തു. വെടിയൊച്ച കേട്ടു ഭയന്ന കടുവ കാടിന്റെ ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. അവിടെ നിന്നുകൊണ്ട് കോർബറ്റ് ഒരു കാര്യം തിരിച്ചറിഞ്ഞു. ഈ മൃഗം സാധാരണയല്ല. ഇത് ബുദ്ധിയുള്ള, പ്രതികാരദാഹിയായ ഒന്നാണ്. രാത്രിയിൽ ഇതിനെ ഒറ്റയ്ക്ക് പിന്തുടരുന്നത് ആത്മഹത്യയാണ്. അദ്ദേഹം ഗ്രാമത്തിലേക്ക് മടങ്ങി. പിറ്റേ ദിവസത്തേക്ക് ഒരു പദ്ധതി തയ്യാറാക്കി. അടുത്ത ദിവസം മെയ് 12, 1907 ചമ്പാവത്തിലെ തഹസിൽദാരുടെ സഹായത്തോടെ കോർബറ്റ് ഗ്രാമീണരെ വിളിച്ചുകൂട്ടി. ഒരാളോ രണ്ടാളോ അല്ല, ഏകദേശം 300 പേർ, 298 പേർ. ഇവരിൽ പലരുടെയും വീടുകളിൽ ആ കടുവയുടെ കൈകൊണ്ട് മരണം സംഭവിച്ചിട്ടുണ്ടാവാം. അവരുടെ കണ്ണുകളിൽ ഭയത്തോടൊപ്പം ഒരുതരം നിസ്സഹായമായ പ്രതികാരവുമുണ്ടായിരുന്നു. പദ്ധതി ഇതായിരുന്നു: ബീറ്റ്. ഗ്രാമീണർ ബഹളം വെച്ചും ചെണ്ടകൊട്ടിയും ടിന്നുകളിലടിച്ചും ആകാശത്തേക്ക് വെടിവെച്ചും കടുവയെ പേടിപ്പിക്കണം. അവൾ ഒളിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അവളെ പുറത്തു ചാടിക്കണം. എന്നിട്ട് അവളെ ഓടിച്ച് കോർബറ്റ് കാത്തുനിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കണം. അങ്ങനെ ആ 298 ഗ്രാമീണർ കാടിന്റെ ഒരു ഭാഗത്തു നിന്ന് ശബ്ദമുണ്ടാക്കി മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. മറുഭാഗത്ത് ഒരു പാലത്തിനരികെ ഒരു പാറയുടെ മറവിൽ കോർബറ്റ് തന്റെ റൈഫിലുമായി കാത്തുനിന്നു. ഉച്ചയോടടുത്ത് ആ ശബ്ദം കേട്ടു. ഗ്രാമീണരുടെ ബഹളമല്ല, ഒരു മുരൾച്ച. ചെടികൾക്കിടയിൽ നിന്ന് ആദ്യം അതിൻ്റെ തല പുറത്തു വന്നു, പിന്നെ അതിൻ്റെ ശരീരം. കോർബറ്റ് ശ്വാസം അടക്കിപ്പിടിച്ചു നിന്നു. അതാ അവൾ വരുന്നു. കോർബറ്റ് വെടിയുതിർത്തു. ആദ്യത്തെ വെടിയുണ്ട അവളുടെ നെഞ്ചിൽ കൊണ്ടു, രണ്ടാമത്തേത് തോളിലും. സാധാരണഗതിയിൽ ഏതൊരു മൃഗവും അവിടെ വീഴേണ്ടതാണ്. പക്ഷേ ഇത് ചമ്പാവത്തിലെ നരഭോജിയായിരുന്നു. വെടിയേറ്റ അവൾ വേദന കൊണ്ട് പുളഞ്ഞു. പക്ഷെ വീണില്ല. പകരം അവൾ കോർബറ്റിന് നേരെ പാഞ്ഞെടുത്തു. മരണം നേരുക്കുനേർ വരുന്നത് കോർബറ്റ് കണ്ടു. അദ്ദേഹം വീണ്ടും വെടിയുതിർക്കാൻ ശ്രമിച്ചു. പക്ഷേ തോക്കിലെ വെടിയുണ്ടകൾ തീർന്നിരിക്കുന്നു. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ഈ കഥ ഇവിടെ തീരുമായിരുന്നു. കോർബറ്റ് അടുത്തു നിന്ന തഹസിൽദാരോട് തോക്ക് ചോദിച്ചില്ല. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അത് പിടിച്ചു വാങ്ങി. ഒരൊറ്റ വെടിയുണ്ട, അവസാനത്തേത്. കോർബറ്റിൽ നിന്ന് വെറും 20 അടി ദൂരത്തിൽ ആ വെടിയുണ്ട അവളുടെ കാലിൽ തറച്ചു. ആ കുതിപ്പ് അവിടെ നിന്നു. അവൾ നിലത്തേക്ക് മുഖമടിച്ചു വീണു. ഒരു നിമിഷത്തെ നിശബ്ദത. പിന്നെ ആ ഭീമാകാരമായ ശരീരം ഒന്നിളകി. അതായിരുന്നു അവളുടെ അവസാനം. കടുവ ചത്തുവീണത് കണ്ടതും അതുവരെ ഭയന്നു നിന്ന ഗ്രാമീണർ ആക്രോശിച്ചുകൊണ്ട് ഓടിക്കൂടി. ഷൈത്താൻ, ഷൈത്താൻ! അവർക്കവളുടെ ശരീരം വെട്ടിമുറിക്കണമായിരുന്നു. അവരുടെ വർഷങ്ങളായുള്ള ദേഷ്യവും സങ്കടവും തീർക്കണമായിരുന്നു. പക്ഷേ കോർബറ്റ് അവരെ തടഞ്ഞു. അതിനുശേഷം ഗ്രാമീണർ അദ്ദേഹത്തോടൊരു കാര്യം ആവശ്യപ്പെട്ടു. ഒരു വിചിത്രമായ ആവശ്യം. ഇവളുടെ തോലുരിയരുത്, ഇപ്പോഴൊന്നും ചെയ്യരുത്. അവർക്ക് അവരുടെ ഗ്രാമത്തിലെ സ്ത്രീകളും കുട്ടികളും വന്ന് ഈ കാഴ്ച കാണണമായിരുന്നു. ചമ്പാവത്തിനെ വിറപ്പിച്ച ആ ചെകുത്താൻ ചത്തുകിടക്കുന്നത് അവർ സ്വന്തം കണ്ണുകൊണ്ട് കാണണം. എന്നാൽ മാത്രമേ അവരുടെ മനസ്സിൽ നിന്ന് ആ ഭയം പൂർണ്ണമായി മാഞ്ഞുപോകുകയുള്ളൂ എന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ ആ കടുവയുടെ മൃതദേഹം അവിടെ കിടന്നു. ആളുകൾ വന്നുപോയിക്കൊണ്ടിരുന്നു. ഒടുവിൽ ഒരു ഭീകര സ്വപ്നം അവസാനിച്ചുവെന്ന് ഉറപ്പുവരുത്താൻ. ചമ്പാവത്തിലെ ലൊഹാഘാട്ടിലേക്കുള്ള വഴിയിൽ ചദാർ എന്ന പാലത്തിന് സമീപമാണ് ആ കടുവയെ കൊന്നത്. ഇന്നും ആ സ്ഥലത്ത് അന്നത്തെ ഓർമ്മയ്ക്കായി സ്ഥാപിച്ച ഒരു ചെറിയ സിമന്റ് ബോർഡ് കാണാം. ചമ്പാവത്തിലെ കടുവ മരിച്ചു. പക്ഷേ ആ മരണത്തോടെ
ജിം കോർബറ്റിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം തുടങ്ങാനിരിക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ. ഒരു വേട്ടക്കാരൻ എങ്ങനെയാണ് കടുവകളുടെ ഏറ്റവും വലിയ സംരക്ഷകനായി മാറിയതെന്ന കഥ. ചമ്പാവത്ത് കടുവയുടെ കഥ അവിടെ അവസാനിച്ചില്ല. സത്യത്തിൽ അവിടെ തുടങ്ങുകയായിരുന്നു മറ്റൊരു കഥ, ജിം കോർബറ്റിന്റെ കഥ. ആ കടുവയെ കൊന്നതോടെ കോർബറ്റ് ഒരു ഇതിഹാസമായി മാറി. ബ്രിട്ടീഷ് ഇന്ത്യയിൽ എവിടെയൊരു നരഭോജി ഉണ്ടായാലും സൈന്യവും പോലീസും പരാജയപ്പെട്ടാൽ സർക്കാർ സഹായത്തിനായി സമീപിച്ചിരുന്നത് കോർബറ്റിനെയായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഏകദേശം 50ഓളം നരഭോജികളെ അദ്ദേഹം വേട്ടയാടിയിട്ടുണ്ട്. ആ മൃഗങ്ങളെല്ലാം കൂടി 2000ഓളം മനുഷ്യജീവനുകൾ എടുത്തിരുന്നു. അതിൽ പനാറയിലെ പുള്ളിപ്പുലിയും ഉൾപ്പെടും. ഒറ്റയ്ക്ക് 400-ലധികം പേരെ കൊന്ന ഒരു പുള്ളിപ്പുലി. അതുപോലെ രുദ്രപ്രയാഗിലെ നരഭൂജിയായ പുള്ളിപ്പുലി. അതിൻ്റെ കഥ ബ്രിട്ടീഷ് പത്രങ്ങളിൽ വരെ വലിയ വാർത്തയായിരുന്നു. പക്ഷേ കോർബറ്റിന്റെ യഥാർത്ഥ കഥ തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. 1944 അദ്ദേഹം തന്റെ അനുഭവങ്ങൾ ഒരു പുസ്തകമാക്കി, മാൻ ഈറ്റേഴ്സ് ഓഫ് കുമൌൺ. ആ പുസ്തകം ലോകമെമ്പാടും വലിയ വിജയമായി. അതുവരെ കടുവ എന്നാൽ ക്രൂരനായ, രക്തദാഹിയായ ഒരു മൃഗം മാത്രമായിരുന്നു ലോകത്തിന്. കോർബറ്റ് ആ കാഴ്ചപ്പാടു തിരുത്തി. ഓരോ നരഭോജിയുടെയും പിന്നിൽ ഒരു കഥയുണ്ടെന്ന്, പലപ്പോഴും മനുഷ്യന്റെ ഇടപെടലുകളാണ് അതിന് കാരണമെന്ന് അദ്ദേഹം ലോകത്തോട് പറഞ്ഞു. 2ാം ലോകമഹായുദ്ധത്തിന്റെ സമയമായതുകൊണ്ട് കടലാസിന് വലിയ ക്ഷാമമുണ്ടായിരുന്നു. ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യ പതിപ്പിൽ വെറും 1200 കോപ്പികളെ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ അച്ചടി പിശകുകൾ വന്നപ്പോൾ കോർബറ്റ് സ്വന്തം കൈകൊണ്ട് ഓരോ കോപ്പിയിലും അത് തിരുത്തി. ഇന്ന് കോർബറ്റിന്റെ കൈപ്പടയുള്ള ആ പുസ്തകങ്ങൾ അമൂല്യമാണ്. 1948 ഹോളിവുഡിലെ യൂണിവേഴ്സൽ പിക്ചേഴ്സ് ഈ പുസ്തകത്തെ ആസ്പദമാക്കി ഒരു സിനിമയും എടുത്തു. പുസ്തകങ്ങൾ എഴുതുന്നതിനു മുൻപേ കോർബറ്റ് മാറാൻ തുടങ്ങിയിരുന്നു. 1930കളിൽ കോർബറ്റ് ഒരു തീരുമാനമെടുത്തു. അദ്ദേഹം തന്റെ തോക്ക് താഴെ വെച്ചു. പകരം കയ്യിലെടുത്തത് ഒരു ക്യാമറയായിരുന്നു. അദ്ദേഹം ഒരു വന്യജീവി ഫോട്ടോഗ്രാഫറായി. കാടുകളിലൂടെ നടന്നു, മൃഗങ്ങളെ പിന്തുടർന്നു. പക്ഷെ ഇത്തവണ അവയെ കൊല്ലാനായിരുന്നില്ല, അവയുടെ ചിത്രം പകർത്താനായിരുന്നു. 1938 അദ്ദേഹം ഒരു അവിശ്വസനീയമായ ചിത്രം പകർത്തി. ഒരേ ഫ്രെയിമിൽ 7 കടുവകൾ. അതിലൊന്ന് ഒരു വെള്ളക്കടുവയായിരുന്നു. അതേസമയം അദ്ദേഹം ഒരു ഉറച്ച പരിസ്ഥിതി പ്രവർത്തകനായി മാറി. വനനശീകരണത്തിനെതിരെയും അമിതമായ വേട്ടയ്ക്കെതിരെയും അദ്ദേഹം പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതി, സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി. അതിന്റെ ഫലമായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം. 1930കളിൽ കോർബറ്റിന്റെ നിരന്തരമായ പ്രയത്നം കൊണ്ട് സ്ഥാപിക്കപ്പെട്ട ആ പാർക്കിന് അന്ന് ഹെയ്ലി നാഷണൽ പാർക്ക് എന്നായിരുന്നു പേര്. 1955 ജിം കോർബറ്റ് കെനിയയിൽ വച്ച് അന്തരിച്ചു. അദ്ദേഹത്തിന്റെ മരണത്തിന് 2 വർഷങ്ങൾക്ക് ശേഷം 1957 ഇന്ത്യ ഗവൺമെന്റ് ആ ദേശീയോദ്യാനത്തിന് പുതിയൊരു പേര് നൽകി, അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇതാണ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസങ്ങളിലൊന്ന്. ഒരു കാലത്ത് താൻ വേട്ടയാടിയിരുന്ന അതേ ജീവിവർഗത്തിന് അവയ്ക്ക് സ്വതന്ത്രമായി, സുരക്ഷിതമായി ജീവിക്കാൻ അദ്ദേഹം തന്നെ ഒരു സ്വർഗം പണിതു. ഇന്ന് ഏകദേശം 1200 ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടക്കുന്ന ആ പാർക്ക് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. കോർബറ്റിന്റെ ജീവചരിത്രകാരനായ മാർട്ടിൻ ബൂത്തിനെ പോലുള്ളവർ വിശ്വസിക്കുന്നത് വേട്ടക്കാരൻ എന്ന നിലയിലും പ്രകൃതിസ്നേഹി എന്ന നിലയിലും കോർബറ്റിന്റെ ഉള്ളിൽ എപ്പോഴും ഒരു സംഘർഷമുണ്ടായിരുന്നു എന്നാണ്. ചമ്പാവത്ത് കടുവയെ കൊന്നതിൽ കോർബറ്റിന് വ്യക്തിപരമായി കുറ്റബോധം തോന്നിയിരുന്നോ? ആ ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ആ മൃഗത്തോടുള്ള ആദരവ് നിറഞ്ഞിരുന്നു. പക്ഷേ വികാരങ്ങൾ അദ്ദേഹം പുറത്തു കാണിച്ചില്ല. ചമ്പാവത്ത് കടുവ ജീവിച്ചിരുന്ന കാലത്ത് ലക്ഷക്കണക്കിന് കടുവകൾ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നത് 3500-ൽ താഴെ ബംഗാൾ കടുവകൾ മാത്രമാണ്. അവ ഇപ്പോൾ വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ പട്ടികയിലാണ്. ഒരു വേട്ടക്കാരന്റെ ശ്രദ്ധയില്ലാത്ത ഒരു വെടി, 436 ജീവൻ, നശിപ്പിക്കപ്പെട്ട ഒരു കാട്, ഒരു പെൺകടുവയുടെ തലവിധി മാറ്റി എഴുതി.
ഇന്നും ഇന്ത്യയിൽ മനുഷ്യനും കടുവയും തമ്മിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച് നമ്മൾ വാർത്തകൾ കേൾക്കുന്നു. ഓരോ കാടും ഇല്ലാതാകുമ്പോഴും ഇതേ കഥ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ഇതിലൊരു പാറ്റേൺ കാണുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയൂ.